വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് അന്വേഷണം നേപ്പാളിലേക്കും ഭൂട്ടാന് പുറമെ നേപ്പാളിൽ നിന്നും കാറുകൾ കടത്തിയതായി സൂചന. റോഡ് മാർഗം കാര്യമായി പരിശോധനകളില്ലാതെ വാഹനക്കടത്ത് നടത്താം എന്നതാണ് നേപ്പാളും ഇത്തരം ശക്തികൾ കേന്ദ്രീകരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഈ ഭൂട്ടാനിൽ നിന്നും മാത്രമല്ല നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ നേപ്പാളിൽ നിന്നും ഈ ആഡംബര കാറുകൾ ഇങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്നാണോ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്? അതെ ഗൗതം, അതായത് നേരത്തെ ഭൂട്ടാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരുന്നു കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം കടന്നതെങ്കിൽ ഇപ്പോൾ നേപ്പാളിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിയത് ആയിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് നേപ്പാളിൽ നിന്നും നികുതി വെട്ടിച്ച് ആഡംബര വാഹനങ്ങൾ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള സൂചനകൾ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗത്തിന് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കസ്റ്റംസ് കടന്നിരിക്കുകയാണ്. ഭൂട്ടാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഭൂട്ടാനിലെ തന്നെ അന്വേഷണ ഏജൻസികളുടെ സഹായം നിലവിൽ കസ്റ്റംസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും കടത്തിയ വാഹനങ്ങളുടെ ചില രേഖകളും അതോടൊപ്പം തന്നെ ചില വിവരങ്ങളും നിലവിൽ ഭൂട്ടാൻ അന്വേഷണ ഏജൻസികൾ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ട് പരിശോധിച്ച് ഈ വാഹനങ്ങളുടെ മുഴുവൻ രേഖകളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത് കസ്റ്റഡിയിലെടുക്കാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം മുന്നോട്ട് പോകുക. കാരണം ദുൽഖർ സൽമാന്റെ അടക്കം ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഒരു വാഹനം, തന്റെ പിടിച്ചെടുത്ത വാഹനം കസ്റ്റംസിൽ നിന്ന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കാനായിട്ടുള്ള നടപടികൾ കസ്റ്റംസ് നീക്കുന്നത്. ഈ നേപ്പാളിലെ ഒരു വാഹനക്കടത്തെന്ന് പറയുന്നത് നികുതി വെട്ടിച്ച് ഏറ്റവും എളുപ്പത്തിൽ രാജ്യത്തേക്ക് നേപ്പാളിൽ നിന്ന് വാഹനങ്ങൾ കടത്താൻ സാധിക്കും. വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധനകളൊന്നും തന്നെയില്ല. അത് തന്നെയാണ് ഈ നേപ്പാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനക്കടത്തുകാർ ഈ ഒരു വാഹനക്കടത്തുകൾ നടത്തുന്നത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം നേപ്പാളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ടും രജിസ്ട്രേഷൻ വിവരങ്ങൾ, അതായത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം ഇനി ഒരു തുടർ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. നേരത്തെ 38ഓളം വാഹനങ്ങളായിരുന്നു കേരളത്തിലെ നിരത്തുകളിൽ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് കൊണ്ടുവന്ന് ഓടുന്നതെന്നുള്ളതായിരുന്നു കസ്റ്റംസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഓപ്പറേഷൻ മിങ്കൂറിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം വലിയ രീതിയിൽ ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് വരുന്നുണ്ട്, നികുതി വെട്ടിച്ചുകൊണ്ട് നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം കടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ആർമിയുടെ പേരിൽ തന്നെ ഫസ്റ്റ് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനക്കടത്തുണ്ടാകുന്നു. ഈ താരങ്ങൾക്കടക്കം ആർമിയുടെ വാഹനമാണെന്ന് പറഞ്ഞുകൊണ്ട്, ആർമി ഉപയോഗിച്ച വാഹനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങൾ കൈമാറുന്നു, വിൽപ്പന നടത്തുന്നു. ഇതിലടക്കം വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് കസ്റ്റംസ് നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നേപ്പാളിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം കടന്നിട്ടുള്ളത്. ഗൗതം, ഭൂട്ടാന് പുറമെ നേപ്പാളിൽ നിന്നുള്ള വാഹനക്കടത്ത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താനാണ് കസ്റ്റംസ് ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് ധാരാളം വാഹനങ്ങൾ നേപ്പാളിൽ നിന്നും കേരളത്തിലേക്കും മറ്റും എത്തി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ വേഗത്തിൽ ആരംഭിക്കുന്നു എന്നാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.